ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളുമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയെക്കുറിച്ചാണ് സുവിശേഷം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. തപസ്സുകാലത്തെ ഏറ്റവും മനോഹരമായ ഒരു ധ്യാന ചിന്തയാണ് ഈ ധൂർത്തപുത്രൻ്റെ ഉപമ. കാരണം ഓരോ തപസ്സുകാലവും ഒരു യാത്രയാണ്. പിതാവിൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ തിരിച്ചുള്ള യാത്രയാണിത്. കാരണം പിതാവിനെ വിട്ട് നമ്മൾ ദൂരെയാണ്. ഇപ്പോൾ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അപ്പൻ്റെ ഭവനത്തിലേക്കുള്ള തിരികെ നടത്തമാണ്, അവൻ്റെ സ്നേഹത്തിലേക്കുള്ള തിരികെ നടത്തമാണ്. അപ്പോൾ ഇത് വളരെ മനോഹരമായി ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാന ചിന്ത എന്ന് പറയുന്നത് തിരിച്ചു വരാൻ മനസ്സുള്ളവരെ സ്വീകരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. ഇതേ മനസ്സ് നമുക്കും ഉണ്ടാവണമെന്നാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ തിരിച്ചു നടക്കണം. രണ്ട്, തിരികെ നടക്കുന്ന മനുഷ്യരെ ഇതുപോലെ നമുക്ക് സ്വീകരിക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മളെപ്പോൾ തിരികെ നടന്നാലും സ്വീകരിക്കാനുള്ള മനസ്സുമായി ദൈവം കാത്തിരിപ്പുണ്ട്. അതുപോലെ നമ്മളും ഈ തപസ്സ് ചിന്തയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട ഒരു പുണ്യമാണത്. തെറ്റ് ചെയ്തു പോയവർ തിരുത്തി നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കാനും അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ നൽകാനും നമുക്ക് കഴിയണം. അപ്പോൾ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ ആദ്യമായി തുടക്കത്തിൽ 1-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ അടുക്കലേക്ക് പാപികളും ചുങ്കക്കാരും വരുന്നുണ്ട്. ഒപ്പം അവരെക്കുറിച്ച് പിറുപിറുത്തുകൊണ്ട് ഫരിസേയരും നിയമജ്ഞരും ഒക്കെ ചുറ്റും കൂടിയിരിപ്പുണ്ട്. അപ്പോൾ ഈ എല്ലാ കൂട്ടരെയും കൂടി ഉദ്ദേശിച്ചുള്ളതാണ് ഇന്നത്തെ ഉപമ. ഈ ഉപമയിൽ ആരെയും യേശുനാഥ് മാറ്റി നിർത്തിയിട്ടില്ല. കാരണം ധൂർത്തപുത്രൻ്റെ ഉപമയിൽ 2 മക്കളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ഒന്ന്, മൂത്ത മകൻ, അപ്പനോടുള്ള അനുസരണയിൽ അപ്പനോടൊപ്പം ജീവിക്കുന്ന മനുഷ്യൻ. ഈ മകൻ പ്രതിനിധാനം ചെയ്യുന്നത് ഫരിസേയരും നിയമജ്ഞരുമാണ്. അവർ സ്വയം തന്നെ പറയുന്നത് അവരെല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ദൈവത്തോടായിരിക്കുന്ന മനുഷ്യരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ദൈവത്തോടു കൂടെ ആണോ? അവർ ദൈവത്തിൻ്റെ കൂടെ ആണെന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ അവരുടെ ഹൃദയം കൊണ്ട് അവർ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അകലെയാണ്. ഈ അവസാനം ഉപമയിൽ നമ്മൾ കാണുന്നത് ഈ മൂത്ത മകൻ ഭവനത്തിൽ പ്രവേശിക്കാതെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. അവനിപ്പോഴും അപ്പൻ്റെ ഹൃദയത്തിനുള്ളിൽ പ്രവേശിച്ചിട്ടില്ല. അവൻ പുറകെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അവൻ അത് പ്രവേശിക്കാത്തത്? കാരണം അവന് തിരികെ വരുന്ന മനുഷ്യരെ സ്വീകരിക്കാനുള്ള മനസ്സില്ല. അപ്പനാകട്ടെ അങ്ങനെ ഒരു മനസ്സുള്ള മനുഷ്യനാണ്. അപ്പോൾ അപ്പൻ്റെ അതേ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ അപ്പൻ്റെ മകളായി മാറാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ഈ ഫരിസേയർക്ക് നിയമജ്ഞർക്ക് തെറ്റിപ്പോയത്. തിരികെ വരാൻ മനസ്സുള്ള മനുഷ്യരെ സ്വീകരിക്കാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഇനി ധൂർത്തപുത്രനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരാണ് ഈ ചുങ്കക്കാരും ഈ പാപികളും. ഇവർ അപ്പനെ ഉപേക്ഷിച്ച് ദൂരെയാണ്. പക്ഷെ അവരിപ്പോൾ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഇവരെ വിളിക്കാൻ വന്ന ഈ അപ്പൻ, സ്നേഹമുള്ള യേശുനാഥൻ, അവർ സ്നേഹത്തോടെ അവരെ വിളിക്കുന്നുണ്ട്, ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ക്ഷണിക്കുക മാത്രമല്ല, തിരികെ വരുന്നവരെ അവൻ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ്. ഇവിടെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നത് മാത്രമല്ല, അവർക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ നൽകുന്നുണ്ട്. ഉപമയിലാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്, അവനെ മോതിരം ഇടിക്കാൻ പറയുന്നു, അവന് വസ്ത്രങ്ങൾ നൽകാൻ പറയുന്നു, അവന് ചെരുപ്പ് നൽകാൻ പറയുന്നു. അപ്പോൾ ഈ ചെരുപ്പ് വളരെ മനോഹരമായൊരു ചിന്തയാണ്. ഈ സാധാരണ ഭവനത്തിൽ മക്കൾ മാത്രമാണ് ചെരുപ്പിട്ട് നടക്കുന്നത്. ഈ ദാസന്മാർ ചെരുപ്പുകൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ മകനെ ദാസനായിട്ടല്ല സ്വീകരിക്കുന്നത്, സ്വന്തം മകനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. അവൻ അധികാരങ്ങൾ കൊടുക്കുന്നതിൻ്റെ അടയാളമാണ് അവന് മോതിരം നൽകുന്നത്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയതെല്ലാം അവന് തിരികെ നൽകിക്കൊണ്ട് സ്നേഹിക്കുന്ന ദൈവം. ഇനി അത് ആത്മീയമായി ചിന്തിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവർക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗ്ഗരാജ്യം അതിൻ്റെ പൂർണ്ണതയോടെ യേശുനാഥൻ അവർക്ക് നൽകുകയാണ്. അപ്പോൾ ഇത് സ്വീകരിക്കാനുള്ള മനസ്സ് തിരികെ നടക്കുന്ന മനുഷ്യർക്കാണ് ലഭിക്കുന്നത്. ധൂർത്തപുത്രൻ്റെ എടുത്ത തീരുമാനം അതാണ്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഞാൻ തിരികെ പോകും. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയമാണ് ഈ തപസ്സുകാലം. എനിക്ക് എവിടെയാണോ പിഴച്ചു പോയത് അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പാപമോചനവും യാചിച്ചുകൊണ്ട് വരികയാണ്. പക്ഷേ ഇവിടെ ഈ അപ്പനെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ പാപമോചനം കേൾക്കുന്നതിന് മുൻപേ അവനെ കെട്ടിപ്പിടിക്കുന്ന അപ്പൻ. അപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനം, എൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ നടക്കാൻ ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ തന്നെ എന്നെ വാരി പുണരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ മനസ്സ് നമുക്കും ഉണ്ടാകണം. അതാണ് ഈ മൂത്ത മകന് നഷ്ടപ്പെട്ടു പോയത്. തിരികെ വരാൻ മനസ്സ് കാണിക്കുന്ന മനുഷ്യരെ സ്വീകരിക്കാനുള്ള മനസ്സില്ല. സുവിശേഷം നമ്മളോട് പറയുന്നത് ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഇതുപോലെ അപ്പൻ്റെ അടുക്കിലേക്ക് തിരികെ നടക്കുക. തിരികെ നടക്കുമ്പോൾ നമ്മളോട് തെറ്റ് ചെയ്തവരോടും പിഴച്ചു പോയവരോടും ക്ഷമിക്കാനും കരുണയോടെ അവരെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. എങ്കിലേ നമുക്ക് ആ അപ്പൻ്റെ ഭവനത്തിലേക്ക് പ്രവേശനമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ വാതിൽക്കൽ അല്ലെങ്കിൽ പടിവാതിൽക്കൽ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും, ഭവനത്തിൻ്റെ പുറത്ത് മൂത്ത മകനെ പോലെ. ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ഈശോയെ പോലെ സ്വീകരിക്കാനുള്ള മനസ്സ്, എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കും. യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ.